ഞാനിന്നൊരു ട്രിപ്പ് പോവുകയാണ്. ഏകദേശം ഒരു 4 ദിവസത്തോളം നീണ്ടിരിക്കുന്ന ഒരു യാത്രയാണ്. അപ്പോൾ പോകുന്ന മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വേളാങ്കണ്ണി പള്ളിയാണ്. അവിടെ പോയിട്ട് അതുവഴി നേരെ മൂന്നാർ നേരെ വാഗമൺ വഴി തിരിച്ചു വരാനുള്ള പ്ലാനാണ്. നാളെ രാവിലെ തന്നെ അവിടെ എത്തും. എന്നിട്ട് നമ്മൾ നാളെ ഫുൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് മറ്റന്നാൾ രാവിലെ നമ്മൾ അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ കഴിഞ്ഞ വീഡിയോസിൻ്റെ റെസ്പോൺസൊക്കെ ഞാൻ കണ്ടു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് ആ വീഡിയോസ് യൂസ്ഫുൾ ആയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ ബൈക്കിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്യുന്നു, വരുന്ന ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ ഞാൻ വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഹൈവേ കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുൾ സ്ട്രെച്ച് റോഡുകളായിരിക്കും. കുറച്ച് നേരം ഇതൊക്കെ കണ്ടിരിക്കണം. എന്നിട്ട് പയ്യെ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പാട്ടും കേട്ട് പയ്യെ അങ്ങ് നല്ലൊരു വൈബിലിരിക്കാനുള്ള ഒരു മൂഡിലാണ് ഞാൻ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ രാവിലെ വേളാങ്കണ്ണി എത്തിയിട്ട് നമുക്ക് കാണാം. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടുള്ളൊരു കാഴ്ച ഇതാണ്. രണ്ട് സൈഡിലും നല്ല ഗ്രീൻ കളറിൽ ഫുൾ പാടങ്ങളാണ്. ആക്ച്വലി ഞാൻ മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും വരുമ്പോഴത്തേക്കും വെളുപ്പിന് ഒരു 5 മണിക്കെങ്കിലും വേളാങ്കണ്ണി എത്തുന്ന രീതിയിലായിരുന്നു. 5, 6 മണി ആ ഒരു റേഞ്ചിൽ നമ്മളവിടെ എത്തും. അപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഇതുപോലെ ലൈറ്റ് ഉണ്ടാവില്ല, വെളുപ്പാങ്കാലായതുകൊണ്ട് ലൈറ്റ് കാണില്ല. അങ്ങനെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും രണ്ട് സൈഡിലും പാടങ്ങളും അതുപോലെ തന്നെ വിൻഡ് മിൽസ് എല്ലാം ഇങ്ങനെ കണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാരണങ്ങളാൽ നമുക്ക് സമയം കുറച്ചൊന്ന് മാറി, അങ്ങനെ ലേറ്റായി. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടേ ഞങ്ങൾ വേളാങ്കണ്ണി എത്തുള്ളൂ. അത് കാരണം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന് ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും പേരായിട്ട് പോകുന്നതുകൊണ്ട് നടക്കില്ല. ബൈക്കിലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇറങ്ങുമായിരുന്നു. ലാസ്റ്റ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്, വിവേകുമായിട്ട് ഞാൻ ഒരു തെങ്കാശിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു ട്രിപ്പ്. ആ സമയത്ത് ഞങ്ങൾ ഇതുപോലൊരു പാടത്തൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. എനിക്കിതുപോലെ പാടത്തിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു നല്ല ഫീലാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കാഴ്ചകൾ കുറച്ച് കാണാം. എന്നിട്ട് നമുക്ക് നേരെ വേളാങ്കണ്ണി ചെന്നിട്ട് ബാക്കി എന്താണെന്ന് നോക്കാം. എന്തായാലും ഒരു 10 മണി കഴിയുമ്പോൾ എത്തും. അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങാം. കറങ്ങിയിട്ട് നമുക്ക് സ്റ്റേ അവിടെ തന്നെയാണ്. സ്റ്റേ ചെയ്തിട്ട് നമുക്ക് രാവിലെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളിവിടെ ഏകദേശം ഒരു 11 മണിയായപ്പോൾ എത്തി. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു. പൊള്ളിപ്പോകുന്ന പോലെ തോന്നി. അത്രയ്ക്ക് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് അപ്പോൾ തന്നെ നേരെ റൂമിൽ പോയി ഞാൻ പിന്നെ കിടന്നങ്ങ് ഉറങ്ങി. വൈകിട്ട് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ഇറങ്ങി. ഇവിടെ പള്ളിയിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് മുട്ടിലിഴയാൻ വേണ്ടിയിട്ടുള്ളൊരു നേർച്ചയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഇതാണ് മെയിൻ ചർച്ച്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലും ഒരു ചർച്ചുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഒരു ചർച്ചുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ചർച്ചുണ്ട്. വേറെ ചർച്ച് അതിൻ്റെയൊക്കെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അത് എല്ലാം കവർ ചെയ്യാനുള്ള ടൈം എനിക്കിപ്പോൾ കിട്ടിയില്ല. ഞാനിപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മുട്ടിലെഴുന്ന നേർച്ച ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാനത് ചെയ്ത് തുടങ്ങുകയാണ്. അത് ചെയ്ത് കഴിഞ്ഞ് വന്ന് നിൽക്കുന്നത് ഈ ഒരു പള്ളിയുടെ മുറ്റത്താണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ബാർ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആ ഒരു മുട്ടിലഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആൾക്കാർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാനിപ്പോൾ ചെയ്തിട്ട് വന്ന് നിന്നത്. എൻ്റെ കാല് ആക്ച്വലി നല്ല പെയിനുണ്ട്. ഞാൻ ഏകദേശം ഒരു 6:15 തുടങ്ങിയതാണ്. 9:45 ഞാൻ തീർന്നത്. അപ്പോൾ അത്രയ്ക്ക് ടൈം എടുത്തു. എൻ്റെ കാലിൽ നല്ല പെയിനുണ്ട്. ഞാൻ പിന്നെ മുറിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ പെയിൻറ്റ് ഞാൻ പിന്നെ മാറ്റി നോക്കിയില്ല. പിന്നെ നടക്കാനും കൂടെ പറ്റാതാവും.
നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു കിണറാണ്. ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ കിണർ സൂക്ഷിച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ പല ലാംഗ്വേജിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോറി എന്താണെന്നുള്ളവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മലയാളത്തിൽ അവർ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, അപ്പോൾ കാര്യം മനസ്സിലാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ ഈ പള്ളിയിലും കയറിയിട്ട് ഇവിടെ അടുത്ത് വേറൊരു കാര്യം നോക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് ചെല്ലാം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്. ഈ ഒരു മരത്തിൻ്റെ അടുത്ത് വേറെ കുറച്ച് നേർച്ചകൾ ചെയ്യുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർ ഇവിടെ വന്ന് തൊട്ടിലൊക്കെ കെട്ടിയിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും എന്നുള്ളൊരു വിശ്വാസമാണ്. അതുപോലെ തന്നെ വീടില്ലാത്തവർ ഇവിടെ വന്നിട്ട് പൂട്ടൊക്കെ ഇട്ടിട്ട് ഈ മരത്തിൽ കൊണ്ട് ഓരോ പൂട്ട് ഇടും. എന്നിട്ട് ആ പൂട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു വീട് വയ്ക്കാനുള്ളൊരു ഭാഗ്യം കിട്ടുമെന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ കുറച്ച് വർഷം മുമ്പ് എൻ്റെ അമ്മയും ഇവിടെ ഒരു പൂട്ട് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു കുഞ്ഞു വീട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയത്. അപ്പോൾ ആ പൂട്ടിപ്പോഴും ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് വന്നത്, ഇതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ വന്നപ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത് ആ ഒരു പൂട്ടൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു ചില്ലേക്ക് ഇവിടെ മുറിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാടായി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ അതിനെ ഒന്ന് മാറ്റി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്താണെന്ന് തോന്നുന്നു. അങ്ങനെ പൂട്ടൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഇതിൽ കാണാൻ. അതോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടേലും സ്ഥലം മാറ്റിയിട്ടുണ്ടോയെന്നും എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇപ്പോൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ ഇവിടെ നിന്ന് നേരെ ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ബീച്ചിലും കൂടെ പോയിട്ട് നേരെ റൂമിൽ പോവുക. റൂമിൽ പോയി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ളൊരു പ്ലാനാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് ഞങ്ങൾ ആ മുട്ടിലഴിഞ്ഞു വന്ന ആ ഒരു സ്ഥലം. ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് തളർന്നിരിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ മുമ്പൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല പൂഴി മണ്ണായിരുന്നു. അതുകൊണ്ട് നമുക്ക് മുട്ടിലഴിഞ്ഞ് പോകാൻ ഇത്രയ്ക്കൊരു പെയിൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ മണ്ണ് തീരെ കുറവാണ്, നല്ല ഉറച്ച തറയാണ്. അതുകൊണ്ട് ഭയങ്കര പെയിനായിരുന്നു. നാളെ രാവിലെ മിക്കവാറും ഒരു 4 മണിയോടുകൂടി തന്നെ ഇവിടെ തിരിക്കാനുള്ള പ്ലാനാണ്. ഇവിടെ നിന്ന് നേരെ മറയൂർ വഴി ഇരവികുളമാണ് അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ വരുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷമൊക്കെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.